Hello students, in this section we are discussing the second part of our unit 5. നമ്മൾ സെറ്റ്സ് ഓഫ് മാറ്റർ എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു പാർട്ടിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ടോപ്പിക്കിനെ നമ്മൾ രണ്ട് പാർട്ടായി തിരിക്കുകയും അതിലൊരു പാർട്ട് നമ്മൾ മുമ്പ് സെക്ഷനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷനാണ് നോക്കുന്നത്, രണ്ടാമത്തെ പാർട്ടാണ് നോക്കുന്നത്. ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കുകൾ ഇത്രയും ടോപ്പിക്കാണുള്ളത്. ഇതിൽ ആദ്യത്തെ ഈ ഒരു 4 ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള 2 പാർട്ടും ഈ ഒരു ഒന്നാമത്തെ പാർട്ടിൽ ആവശ്യമായ ക്വസ്റ്റ്യൻസുമാണ് ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നത്. നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഗ്യാസ് ലോസ് പറഞ്ഞു അല്ലേ, 3 ഗ്യാസ് ലോസും ആ 3 ഗ്യാസ് ലോസും കമ്പൈൻ ചെയ്തിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു ഇല്ലേ. ഡെറിവേഷൻ ആവശ്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു മെത്തേഡിൽ, കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം നമുക്ക് ആവശ്യമാണ്. സോ അതിൻ്റെ പ്രോബ്ലംസ് ഈ ഒരു പാർട്ടിൽ 3 ലോ വെച്ചിട്ടുള്ള, അഥവാ ഈ ഒരു 2 ലോസും അതേപോലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമ്മൾ ഈ ഒരു പാർട്ടിൽ കൃത്യമായിട്ട് ചെയ്യും. ആ ഒരു പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോപ്പിക്കിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് വന്നാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇതുവരെ ഗ്യാസ് ലോസ് 3 ഗ്യാസ് ലോസ് പഠിച്ചു. ഈ 3 ഗ്യാസ് ലോസും നമ്മൾ അതിനെക്കുറിച്ച് അപ്ലിക്കേഷൻ കാര്യങ്ങൾ, അതിൻ്റെ ഇക്വേഷൻസ്, അതിൻ്റെ പ്രോബ്ലമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറഞ്ഞെങ്കിലും കൈനറ്റിക് മോളിക്കുലർ തിയറി എന്താ പറയണമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദി ഗ്യാസ് ലോസ് തിയററ്റിക്കലി, അഥവാ ഒരു ഗ്യാസിനെ കുറിച്ച് 3 ഗ്യാസ് ലോസ് നമ്മൾ പറഞ്ഞു. ഒരു ബീക്കറിൽ വെച്ചാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കിയാൽ എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയാൽ എന്താണ്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കിയ വോള്യത്തിന് എന്ത് മാറ്റം വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച്. പക്ഷേ അതിന് എന്ത് ചെയ്യാൻ പറ്റണില്ല, ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ, അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ല. ദി ഗ്യാസ് ലോസ് ഓഫ് തിയററ്റിക്കലി, ഗ്യാസ് ലോസിന് തിയററ്റിക്കലി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മാക്സ്വെല്ലും ബോൾട്സ്മാൻ ക്ലാസ് സയൻറ്റിസ്റ്റുകൾ ഒരു പുതിയ തിയറി പ്രപ്പോസ് ചെയ്യാണ്. പുട്ട് ഫോർവേഡ് എ തിയറി കോൾഡ് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ്. ഗ്യാസസിൻ്റെ കേസിൽ നമ്മൾ 3 ഗ്യാസ് ലോസ് പറഞ്ഞെങ്കിലും അതെന്തില്ല, തിയറിറ്റിക്കലി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. മാത്തമാറ്റിക്കലി അതിന് ഇക്വേഷനും കാര്യങ്ങളും ഡിറൈവ് ചെയ്തെങ്കിലും തിയററ്റിക്കലി ഒരു ഗ്യാസിനെ കുറിച്ച്, അഥവാ ഒരു ഗ്യാസ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഫോഴ്സ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പാർട്ടിക്കിൾസ് എങ്ങനെയൊക്കെയാണെന്നുള്ള തിയററ്റിക്കലി അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കിട്ടില്ല, ആ ഒരു ഗ്യാസ് ലോസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തിയററ്റിക്കലി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ തിയറി കൊടുത്തതാണ് കൈനറ്റിക് മോളിക്കുലർ തിയറി, അല്ലെങ്കിൽ പറഞ്ഞ പേരാണ് മൈക്രോസ്കോപ്പിക് മോഡൽ ഓഫ് ഗ്യാസസ്. 2 പറഞ്ഞാലും ഒരേ തിയറിൻ്റെ സെയിം നെയിമുകൾ തന്നെയാണ്. ഈ ഒരു തിയറിയിൽ കുറച്ച് പോസ്റ്റുലേറ്റ്സ്, കുറച്ച് പോയിന്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അഥവാ ഗ്യാസിനെ കുറിച്ച് തിയററ്റിക്കലുള്ള എക്സ്പ്ലനേഷൻ അല്ലേ. 3 ഗ്യാസ് ലോസിന് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇല്ലേ, തിയററ്റിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളപ്പം എന്ത് ചെയ്യും, ഈ ഒരു തിയറി കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ അതിൻ്റെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ കൃത്യമായി കൊടുക്കും. പോസ്റ്റുലേറ്റ്സ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊരു 4.5 പോയിന്റെങ്കിലും നിങ്ങൾ കൃത്യമായി കാണാതെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. കാണാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതിന് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ കാണാതെ എഴുതാനും അത് എക്സാം പേപ്പറിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറ്റും. സോ നിങ്ങൾ കാര്യം മനസ്സിലാക്കാമെന്ന് പഠിക്കാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി ഗ്യാസ് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്. അഥവാ നമ്മളൊരു ഗ്യാസ് എടുക്കുകയാണ്, ഒരു ബീക്കറിൽ കുറേ ഗ്യാസിന് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇലാസ്റ്റിക് പാർട്ടിക്കിൾസ്. അഥവാ ആ ഗ്യാസിൽ കുറേ നമ്പർ ഓഫ് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അവരതിൻ്റെ തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം പറയുകയാണ് ദി ആക്ച്വൽ വോളിയം ഓഫ് ദി മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി വോളിയം ഓഫ് ഗ്യാസ്. അഥവാ ഒരു മോളിക്യൂളിൻ്റെ ഒരു വോളിയം, അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ്, ആ വോളിയം എന്ന് പറയുന്നത് ടോട്ടലി ഈ ഒരു ബീക്കറിൽ ടോട്ടൽ ഉള്ളതിൻ്റെ വോളിയത്തോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരൊറ്റ പാർട്ടിക്കിളിൻ്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, വളരെ ചെറുതാണ് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ആക്ച്വൽ വോളിയം ഓഫ് ദി മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് കമ്പയർഡ് ടു ദി വോളിയം ഓഫ് ഗ്യാസ്. ഈ ഒരു ടോട്ടൽ ബീക്കറിലുള്ള ടോട്ടൽ വോളിയത്തോട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ മോളിക്യൂളിൻ്റെയും വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അഥവാ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈക്വൽ ടു 0 എന്ന് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പോസ്റ്റുലേറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റുലേറ്റിൽ എല്ലാ ഗ്യാസ് മോളിക്യൂൾസ് ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ടെന്നും
ആ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വോളിയത്തോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതാണെന്നും നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ പോസ്റ്റുലേഷൻ പറയുന്നത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ് ഓഫ് തിയറി. ഈ തിയറിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് അവർ കണ്ടെത്തിയിട്ടുള്ള നിഗമനങ്ങൾ കൊടുക്കുകയാണ്. ഇത് പൂർണ്ണമായും ശരിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് തെറ്റാണ് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പോർഷനിൽ ഇത് തെറ്റാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ കണ്ടെത്തിയ പോസ്റ്റുലേറ്റ്സ് ആണ്. നമ്മളൊരു പരീക്ഷണം നടത്തിയിട്ട് നമ്മൾക്കൊരു നിഗമനം കിട്ടാം. അത് ശരിയാണോ 100% പറയാനൊന്നും പറ്റില്ല. നിഗമനങ്ങളാണ് 100% ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വേറൊരു എക്സ്പെരിമെൻ്റ് നടത്തി എല്ലാ ലോകളും കൃത്യമായിട്ട് ഒബേ ചെയ്താൽ നമുക്ക് 100% ഉറപ്പാണെന്ന് പറയാം. അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകില്ല, ആവശ്യമുള്ളത് മാത്രമേ നാം പറയുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് കൃത്യമായി പറഞ്ഞു. രണ്ടാമത് പറയാണ് ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾ. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞത് ഇതിൽ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല എന്ന് പറയാണ് നെക്സ്റ്റ് പോസ്റ്റുലേറ്റ്സ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് കേസിൽ പറയും. പക്ഷേ ഈ പോസ്റ്റുലേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ 6 അല്ലെങ്കിൽ 5 എഴുതണം. മിനിമം ഇതിൽ കൂടുതൽ പോസ്റ്റുലേറ്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മനസ്സിലാക്കാൻ പാകത്തിൽ നിന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുത്താണ്. ഇത് മാത്രം നമുക്ക് എക്സാമിന് മതി. ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് പറഞ്ഞത് ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് പാർട്ടിക്കിൾ. അവർ പറയാണ് പോസ്റ്റുലേറ്റ്സിൽ ആ സയൻറ്റിസ്റ്റ് പറയാണ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ എന്തില്ല, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് നോക്കാം. ദി പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ ദി കോൺസ്റ്റൻറ്റ് ആൻഡ് റാൻഡം മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അഥവാ ഇവർ തമ്മിൽ പാർട്ടിക്കിൾസ് ഗ്യാസ് തമ്മിൽ എന്താണ് ഒരു റാൻഡം മോഷനാണ്. സ്ട്രെയിറ്റ് ലൈനിലുള്ള റാൻഡം, നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ കുറേ പാർട്ടിക്കിൾസ് ഗ്യാസ് മോളിക്യൂൾസ് കൊടുത്താൽ ഇവർ റാൻഡം മോഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ റാൻഡം മോഷനാണ് അത് ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണത് എന്നുള്ളതാണ് പറയുന്നത്. ഡ്യൂറിങ് ദിസ് മോഷൻ, അഥവാ ഈ ഒരു മോഷൻ്റെ സമയത്ത് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, ആ ഒരു പാർട്ടിക്കിൾസ് ആർ കൊളൈഡ് വിത്ത് ഈച്ച് അതർ, അതുപോലെ തമ്മിൽ കൂട്ടിമുട്ടും, കൊളൈഡ് ചെയ്യും. ആൻഡ് ആൾസോ വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അപ്പോൾ ഇവർ പറയാണ് ഇവിടെയുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, റാൻഡമിലി എന്ത് ചെയ്യും, ഇത് സ്ട്രൈറ്റ് ലൈനിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർ തമ്മിൽ കൂട്ടിമുട്ടും. അപ്പോൾ ഈ വാൾ ഇവിടെ കൊടുത്ത് ഈ ബീക്കറിന് ഒരു വാൾ ഉണ്ടല്ലോ, ഈ വാളിലൊക്കെ അത് കൂട്ടിമുട്ടും എന്നുള്ളതാണ് അവരെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ്, മൂന്നാമത്തെ കണ്ടുപിടുത്തം. നെക്സ്റ്റ് അവർ പറയണത് ലാസ്റ്റ് നാലാമത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് 6 പോസ്റ്റുലേറ്റ്സ് നമ്മൾ പറയണത്. അതിൽ നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയാണ് ദി പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു വാൾ കൊളീഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഒരു ബീക്കർ എടുത്തിട്ട് അതിൽ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നും അത് പാർട്ടിക്കിൾ റാൻഡംലി അഥവാ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് കൂട്ടിമുട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് ഇതിൻ്റെ വാളിൽ, അഥവാ ഈ ഒരു നമ്മൾ കൊടുത്ത ബീക്കറിൻ്റെ ഈ ഒരു വാളാണ്, ഈ വാളിൽ ഇത് കൂട്ടിമുട്ടുമ്പോഴാണ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു ഗ്യാസിന് പ്രഷർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പോസ്റ്റുലേഷൻ പറയുന്നത്. ദി പ്രഷർ ഇസ് ഡ്യൂ ടു, അവിടെ പ്രഷർ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ഇവർ വാൾ കൊളീഷൻ, ആ പാർട്ടിക്കിൾസ് വാളിലുള്ള കൊളീഷനാണ് അവിടുത്തെ പ്രഷറിന് കാരണമാകുന്നത് എന്നാണ് നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത്. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്സ് നോക്കാം. ഇതിനിങ്ങനെ ഓടിച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ഏത് രീതിയിൽ എഴുതാൻ പറ്റും. മലയാളത്തിൽ ഓർത്ത് വെക്കുകയും നിങ്ങളുടെ രീതിയിൽ അത് എക്സാം പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യാനും പറ്റും. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്സ് നോക്കാം. ഓൾ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അഥവാ നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾസ് തമ്മിൽ കൊളീഷനാണ്, കൂട്ടിമുട്ടെന്ന് പറഞ്ഞു, അതൊക്കെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അഥവാ ഇവർ ആദ്യം കൂട്ടിമുട്ടുന്നതിന് മുമ്പുള്ള എനർജിയും കൂട്ടിമുട്ടിയതിന് ശേഷമുള്ള എനർജിയും ഈക്വൽ ആവും. ആ കണ്ടീഷൻ പറഞ്ഞ പേരാണ് ഇലാസ്റ്റിസിറ്റി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നതിലെ ആ ഒരു ഡെഫിനിഷൻ, ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അവിടെ കൊളീഷൻ നടക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവാൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദി ടോട്ടൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ഈസ് സെയിം. അഥവാ ഈ ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, കൊളീഷന് മുമ്പും ശേഷവും. അങ്ങനെയാണെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കൊളീഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, എല്ലാ കൊളീഷൻസും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് എന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ഡെഫിനിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പോയിന്റ് മാത്രം മതി. അത് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക, പോയിന്റ് പഠിക്കുക. അഞ്ചാമത്തെ പോയിന്റ് കഴിഞ്ഞു. ആറാമത്തെ പോയിന്റിലേക്ക് പോകാം. അറ്റ് എനി പർട്ടിക്കുലർ ടൈം ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഓഫ് എ ഗ്യാസ് ഹാവ് ഡിഫറെൻറ്റ് സ്പീഡ്. നമ്മളൊരു പ്രത്യേക സമയം ഈ ബീക്കറിൽ ഒരു പ്രത്യേക സമയം എടുക്കുകയാണ്. അപ്പോൾ ഈ ഓരോ പാർട്ടിക്കിളും ഡിഫറെൻറ്റ് സ്പീഡ് ആയിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് വേറെ ആയിരിക്കും. സ്പീഡ് മാത്രമല്ല, ഹാൻസ് ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി. ആ സ്പീഡ് മാറിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജിയും ഓൾറെഡി മാറും. അപ്പോൾ എനി പർട്ടിക്കുലർ ടൈം ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പീഡും കൈനറ്റിക് എനർജിയും ഡിഫറെൻ്റ് ആയിരിക്കും. പല സമയത്ത് പല ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റുലേറ്റ്സ് പറയണത്. അപ്പോൾ ഈ പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. ആദ്യത്തെ പോസ്റ്റുലേഷൻ പറയാണ്
എല്ലാ ഗ്യാസിൻ്റെ കണ്ടെയ്നൻസിലും അഥവാ ഗ്യാസ് മോളിക്യൂളിൻ്റെ കണ്ടെയ്നറിൽ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നുള്ളതാണ് ഒന്നാമത്തെ പോസ്റ്റുലേഷൻ പറഞ്ഞത്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയാണ് അവർ തമ്മിൽ ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അഥവാ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് അവർ കണ്ടെത്തുന്നത്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സിൽ അവർ പറയാണ് ഇവർക്കിടയിൽ കൊളീഷൻസ് ഉണ്ടാവും, എന്നിട്ട് കൊളീഷൻ അവർ സ്ട്രൈറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്തിട്ട് അവർ ഈ പറഞ്ഞ വാളിൽ അവരെന്ത് ചെയ്യും, ചെന്ന് തട്ടും എന്നുള്ളതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയണത്. നാലാമത്തെ അവർ പറയണത് അങ്ങനെ ഉണ്ടാകുന്ന ആ കൊളീഷൻ ഉണ്ടല്ലോ, ഈ വാളിൽ തട്ടുന്ന കൊളീഷനാണ് അവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്യണത്. അവിടെ ഒരു പ്രഷർ ഉണ്ടാവാനുള്ള കാരണം ആ വാളിലുള്ള കൊളീഷനാണ് എന്നാണ് അവർ പറയണത്. നെക്സ്റ്റ് അവർ പറയണത് അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്സിൽ അവർ പറയുന്നത് അവർ തമ്മിലുള്ള കൊളീഷൻ ഉണ്ടല്ലോ അതൊക്കെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അവിടെ കൊളീഷൻ എന്ന് പറയുന്നത്. എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടോട്ടൽ എനർജി ആഫ്റ്റർ ആൻഡ് ഫൈനൽ, അഥവാ ആദ്യമുള്ള എനർജിയും അവസാനമുള്ള എനർജിയും സെയിം ആയിരിക്കും. അതുകൊണ്ട് അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് എന്നുള്ളതാണ് അവരെ നെക്സ്റ്റ് കണ്ടുപിടുത്തം. ലാസ്റ്റ് അവർ പറയണത് എനി പർട്ടിക്കുലർ ടൈം, ഏതൊരു സമയത്തും അവരെ സ്പീഡ് ആൻഡ് കൈനറ്റിക് എനർജി ഏത് സമയത്തും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഡിഫറെൻറ്റ് സ്പീഡും ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കും എന്നുള്ളതാണ് ഇവർ 6 പോസ്റ്റുലേറ്റ്സിലോട് കൂടിയിട്ട് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യണത്. കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ലോസ് അഥവാ ഗ്യാസ് ലോസ് അവർ എന്തെങ്കിലും തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കണില്ല. ഈ ഒരു കൈനറ്റിക്കൽ തിയറിയാണ് എന്താണ് ഈ ഒരു ഗ്യാസിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. അത് 6 പോസ്റ്റുലേറ്റ്സിലായിട്ടാണ് അവർ കൊടുത്തത്. 6ൽ 7 പോസ്റ്റുലേഷൻ ഉണ്ട്. ഈ ഒരു 6 നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. കാര്യം ക്ലിയർ ആയി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കാണാതെ പഠിക്കുക. ഏതെങ്കിലും 4 3 നമുക്ക് എക്സാമിന് എഴുതേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് 6 പഠിച്ചാൽ 4 എന്തെങ്കിലും നിങ്ങൾക്ക് ഓർത്തെടുക്കാനോ എഴുതാനോ പറ്റും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. ഈ കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഈ ടോപ്പിക്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. ഈ 2 ടോപ്പിക്കിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ 2 ടോപ്പിക്ക് 2 പാർട്ടാക്കിയിട്ടാണ് ഈ പാഠത്തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ലാസ്റ്റ് ടോപ്പിക്കിൽ പറയാണ് റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ. റിയൽ ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, ഇത് ഗ്യാസസ് ഒക്കെ റിയലി ഉള്ള ഗ്യാസാണ്, ശരിക്കുള്ള ഗ്യാസസ് ആണ്. അഥവാ നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് കൊടുക്കുന്നില്ല. ഐഡിയലി ഉള്ള ഗ്യാസ് അഥവാ ഈ ഒരു 3 ലോകളും ഒബേ ചെയ്യുന്ന ഐഡിയൽ എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസ് എത്രത്തോളം റിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ബിഹേവിയറിനെയാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാൻ പോണത്. കൃത്യമായി മനസ്സിലാക്കുക. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഐഡിയലി കൺസെപ്റ്റ് ചെയ്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറയുമ്പോൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടോ? റിയലി അങ്ങനത്തെ ഒരു ഹീറ്റ് എഞ്ചിൻ ഇല്ല. അതെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ അത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഐഡിയലുള്ളൊരു ഗ്യാസിനെ വെച്ചിട്ട് നമ്മൾ റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ എന്തൊക്കെയാണ്, ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസസ്, ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസിന് എന്തൊക്കെ ബിഹേവിയറുകളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്ക് എന്താണ് പറയുന്നത് എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കാര്യമായിട്ട് ഞാൻ പറയണത്, ബേസ് ക്ലിയർ ആക്കിയിട്ട് പറയണത്. വെറുതെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ബേസ് അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് എഴുതാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. അപ്പോൾ റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ എന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. റിയൽ ഗ്യാസസ് ഡു നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അഥവാ റിയൽ ഗ്യാസസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ്, CH4, H2, ഹീലിയം, ഈ പറഞ്ഞ ഗ്യാസസ് ഒന്നും എന്ത് ചെയ്യില്ല, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യണില്ല. എന്തുകൊണ്ട് ഒബേ ചെയ്യാത്തത്? അതോ ഐഡിയൽ കണ്ടീഷൻ ആണല്ലോ. ഐഡിയൽ കണ്ടീഷൻ റിയൽ ഗ്യാസ് ഒരിക്കലും ഒബേ ചെയ്യൂല. അറ്റ് ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ, എല്ലാ ടെമ്പറേച്ചറിൻ്റെ കേസിലും അല്ലെങ്കിൽ എല്ലാ പ്രഷറിൻ്റെ കേസിലും ഈ റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിന് ഒബേ ചെയ്യൂല. അതിനുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളെന്താണ്, പി എന്ന് പറഞ്ഞിട്ട് ആക്സിസിൽ അഥവാ എക്സ് ആക്സിൽ പി കൊടുത്തിട്ടുണ്ട്, PV എന്ന് പറഞ്ഞിട്ട് വൈ ആക്സിസിലും കൊടുത്തിട്ടുണ്ട്, പിയും PVയും. ഈ ഗ്രാഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബോയിൽസ് ലോ പ്രകാരം നമ്മൾ ഒരു ആക്സിസിൽ പിയും PV വരച്ചിട്ട് ഗ്രാഫൊക്കെ വരച്ചതാണ് ഞാൻ. അപ്പോൾ ഈ ഒരു P ആൻഡ് PV ഗ്രാഫിൽ നമ്മൾ അഥവാ റിയൽ ഗ്യാസിനെയും ഐഡിയൽ ഗ്യാസിനെയും വരച്ച് കാണും. ഐഡിയൽ ഗ്യാസ് ഒരു വാല്യൂവിൽ PVയിൽ ഇത് കോൺസ്റ്റൻറ്റ് വാല്യൂ കാണിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ബാക്കി ഗ്യാസസ് നോക്കിയേ ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അതിൽ നിന്ന് നല്ല ഡീവിയേഷൻ ഉണ്ട്. അഥവാ വളരെ പ്രഷർ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗ്യാസസ് ഒക്കെ ഈ ഒരു വാല്യൂവിൽ തന്നെയാണെന്ന് പറയാം. പക്ഷേ ഈ പ്രഷർ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത്, ഈ പ്രഷറും വോളിയം കൂടി വരുന്ന സമയത്ത് എന്താണ്, ഇത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട് അല്ലേ, ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിനുള്ള റീസൺ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിൽ കൃത്യമായി ചർച്ച ചെയ്യും. അപ്പോൾ ഈ ഒരു ബിഹേവിയർ ആണ് നമ്മൾ പറയുന്നത് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് എന്ന് ബിഹേവിയർ കാണിക്കുന്നുണ്ട് ഇവരൊക്കെ. അപ്പോൾ എന്താണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ കൃത്യമായി നോക്കുകയാണ്. ദി ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് കംപ്രസബിലിറ്റി. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസസ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കംപ്രസബിലിറ്റി ഫാക്ടർ. Z എന്ന് പറഞ്ഞ നമ്പറിൽ നമ്മൾ സൂചിപ്പിക്കും. കംപ്രസബിലിറ്റി ഫാക്ടർ Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രസബിലിറ്റി ഫാക്ടർ. അത് എന്തിനാണ് യൂസ് ചെയ്യണം നമ്മൾ? അത് യൂസ് ചെയ്യണത് നമ്മൾക്കിവിടെ ഈ ഐഡിയൽ ഗ്യാസിൽ നിന്ന് റിയൽ ഗ്യാസസ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷറിംഗ് ഫാക്ടറാണ് കംപ്രസബിലിറ്റി ഫാക്ടർ. അതിന് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് കംപ്രസബിലിറ്റി ഫാക്ടർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. അല്ലെങ്കിൽ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയറിനെ കുറിച്ച് എക്സാം ചോദിക്കുന്ന സമയത്ത് ഈ ഒരു പറഞ്ഞ കാര്യം കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം അതിൻ്റെ മെഷർ ചെയ്യുന്നത് ഈ ഒരു കംപ്രസബിലിറ്റി ഫാക്ടർ വെച്ചിട്ടാണെന്നും അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് പറയാൻ വേണം. നമ്മൾ PV = nRT എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നല്ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടല്ലോ. അതിൽ നിന്ന് ഈ PVൻ്റെയും nRTൻ്റെയും റേഷ്യോക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. PV മേലുണ്ട്, nRT അതിൻ്റെ അടിയിലുണ്ട്. ആ റേഷ്യോക്കാണ് നമ്മൾ കംപ്രസബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. കംപ്രസബിലിറ്റി ഫാക്ടർ എന്തിനാണ് യൂസ് ചെയ്യണത്? ദി മെഷർ ഓഫ് ഡീവിയേഷൻ. ഇതിൻ്റെ മെഷർ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കംപ്രസബിലിറ്റി ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് ഈ ഒരു ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ, ഐഡിയൽ ഗ്യാസിൽ നിന്നും റിയൽ ഗ്യാസ് എത്രത്തോളം മാറിയിട്ടുണ്ട്, ബിഹേവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കുകയാണ്. ദി ഡീവിയേഷൻ ഫ്രം റിയൽ ഗ്യാസസ്, അഥവാ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം ഫ്രം ഐഡിയൽ ബിഹേവിയർ ഈസ് ഡ്യൂ ടു, കാരണമാകുന്നു ടു റോങ് അസംഷൻ ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അഥവാ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നമ്മൾ പറഞ്ഞു, ഒരു 6 പോസ്റ്റുലേറ്റ്സ് ഞാൻ കഴിഞ്ഞ ടോപ്പിക്കിലായിട്ട് പറഞ്ഞു. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ ഒരു 6 പോസ്റ്റുലേറ്റ്സ് പറഞ്ഞു. ഈ ഒരു റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസസിൽ നിന്ന് വേരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർ കൊടുത്തിട്ടുള്ള 2 റോങ് അസംഷൻസാണ്. അവർ പറഞ്ഞിട്ടുള്ള 6 പോസ്റ്റുലേറ്റ്സിൽ 2 റോങ് ആണ്, തെറ്റാണ്. ഈ 2 റോങ് അസംഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഡീവിയേഷൻ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു റോങ് അസംഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ റിയൽ ഗ്യാസസും ഐഡിയൽ ഗ്യാസസും തമ്മിൽ ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കണം, ഒരു റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കൈനറ്റിക് തിയറിയിലുള്ള 2 റോങ് അസംഷൻസ് ആണ്, 2 റോങ് പോസ്റ്റുലേറ്റ്സ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ ഞാനിവിടെ ഇത്രയും പോസ്റ്റുലേറ്റ്സ് പറഞ്ഞെങ്കിലും ഇതിലെ 2 പോസ്റ്റുലേറ്റ്സിലുള്ള റോങ് കാരണമാണ് ഈ ഒരു റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാതെ ഡീവിയേറ്റ് ചെയ്യണത്. കൃത്യമായിട്ട് ആ പോയിന്റ് മനസ്സിലാക്കുക. നിങ്ങൾ ആ പോയിന്റ് പഠിക്കുന്ന സമയത്ത് ഇതിപ്പോൾ എന്താ ഗ്യാസ് ഇങ്ങനെ ഈ രീതിയിൽ വരിക അങ്ങനെയൊന്നും ആലോചിക്കാൻ നിൽക്കരുത്. അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, ഇതിൻ്റെ ഡീറ്റെയിൽ ചാപ്റ്റർ പറയുന്ന സമയത്ത് എക്സാമ്പിൾ വെച്ചൊക്കെ പറയും. നിങ്ങൾ വേണ്ടത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫുള്ള് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഈ ഒരു റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? 2 റോങ് അസംഷൻസ് ഇൻ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലുള്ള 2 റോങ് അസംഷൻ ആണ് എന്തിന് കാരണം? ഈ ഒരു ഡീവിയേഷന് കാരണം. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദി ആക്ച്വൽ വോളിയം ഓഫ് ദി മോളിക്യൂൾ ഈസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദി വോളിയം ഓഫ് ദി ഗ്യാസ്. നമ്മൾ പറഞ്ഞു ആ ഒരു മോളിക്യൂൾസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു മോളിക്യൂൾസിൻ്റെ ടോട്ടൽ ആക്ച്വൽ വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഫുൾ വോളിയത്തിൻ്റെ ഗ്യാസിൻ്റെ നെഗ്ലിജിബിൾ ആണ്, വോളിയം നെഗ്ലിജിബിൾ ആണ് എന്ന് പറഞ്ഞ് തെറ്റാണ്. ആ ഒരു പോസ്റ്റുലേറ്റ്സ് ഒരു തെറ്റായ പോസ്റ്റുലേറ്റ്സ് ആണ്. അഥവാ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ കൊടുത്ത ഒന്നാമത്തെ തെറ്റായ പോസ്റ്റുലേറ്റ്സ് അതാണ്. അഥവാ ഈ ഒരു ഗ്യാസിൽ, ഈ ഒരു ബീക്കറിൽ നമ്മൾ മോളിക്യൂൾസിന് കൃത്യമായി ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് ആക്ച്വൽ വോളിയം ഓഫ് ദി ഗ്യാസസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബീക്കറിനോട് അല്ലെങ്കിൽ ടോട്ടൽ വോളിയത്തിനോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നെഗ്ലിജിബിൾ ആണ് എന്ന് പറഞ്ഞു. ആ കാര്യം തെറ്റാണ്.
രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് പാർട്ടിക്കിൾ. നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റുലേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, അവർ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല, വോളിയം നെഗ്ലിജിബിൾ ആണെന്നും പറഞ്ഞു, ഈ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ഈ രണ്ട് പോസ്റ്റുലേറ്റ്സ് ആണ് തെറ്റ്. ആ രണ്ട് പോസ്റ്റുലേറ്റ്സും കാരണമാണ് ഇവർ ഇങ്ങനെ ഒരു ഡീവിയേഷൻ കാണിക്കാൻ കാരണം. ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ്. എന്താണ് പറഞ്ഞത്, ഈ ഒരു പാർട്ടിക്കിൾസ് ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തെറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അത് റോങ് അസംഷൻ ആണ്. ഈ രണ്ട് റോങ് അസംഷൻ കാരണമാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ഐഡിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഐഡിയലി ഗ്യാസിനെ കുറിച്ചിട്ട് നമ്മളെല്ലാ 3 ഗ്യാസ് ലോസ് ഒബേ ചെയ്യുന്ന ഒരു ഗ്യാസ് കൺസെപ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നുള്ള ഡീവിയേഷനാണ് പറയുന്നത്. അതിൽ നിന്ന് ഈ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ ഈ കൊടുത്തിട്ടുള്ള 2 പോസ്റ്റുലേറ്റ്സ് കാരണമാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യണത്. ഈ രീതിയിൽ പഠിച്ചു വെക്കുക. ഇത് ഈ രീതിയിൽ പഠിക്കാനുള്ള കാരണം നമ്മൾ ഐഡിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിന് നിന്നാണ് ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ റോങ് അസംഷൻ വരാനുള്ള കാരണവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദീസ് 2 അസംഷൻ ബിക്കം റോങ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. അഥവാ ഇത് എപ്പോഴാണ് ശരിക്ക് പ്രാക്ടിക്കൽ ആവാത്തത്, റോങ് ആയി പോണത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് കണ്ടീഷനിലാണ് റോങ് ആയി പോണത്? ഇത് എപ്പോഴും തെറ്റാണോ? അല്ലാതെ എപ്പോഴും തെറ്റായി വരുന്നില്ല. ഈ റോങ് അസംഷൻ നമ്മളിപ്പോൾ ഒരു തീരുമാനം, ഒരു പുതിയ ലോ കൊടുത്താൽ അത് എല്ലാ കണ്ടീഷനിലും ട്രൂ ആയിരിക്കണം. എപ്പോഴെങ്കിലും ശരിയാവാം, എപ്പോഴെങ്കിലും തെറ്റാവാന്നില്ല. ഇതെല്ലാ കണ്ടീഷനിലും എന്തായിരിക്കണം, ശരിയായിരിക്കണം. പക്ഷേ ഇത് റോങ് ആണ്. ഏത് കണ്ടീഷനിൽ? ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഇതെന്തായിരിക്കും, ഈ ഒരു അസംഷൻ തെറ്റായിരിക്കും. അതാണ് നമ്മൾ ഈ ഇത്ര നേരം തെറ്റ് എന്ന് പറയുന്നത്. എപ്പോഴാണ് തെറ്റാവുന്നത്? ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും. വെൻ ദി പ്രഷർ ഈസ് ഇൻക്രീസസ് ദി വോളിയം ഓഫ് ഗ്യാസ് ഡിക്രീസസ് then the volume of gas molecules also considered. At this condition there arises intermolecular force of attraction. അഥവാ നമ്മളിപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ പ്രഷർ ചേഞ്ച് ചെയ്യാണ്. ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ബീക്കറിൽ നമ്മൾ ഒരു പ്രത്യേക അളവിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ പ്രഷർ നമ്മൾ കൂട്ടി, നമ്മളൊരു പിസ്റ്റൺ എടുത്തിട്ട് അമർത്തി, ഇതിൻ്റെ പ്രഷർ ഇത്രയും ആക്കി. പ്രഷർ ഇത്ര ആക്കുന്ന സമയത്ത് മോളിക്യൂൾസ് അത്രയും അടുത്ത് വരും. അങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ഇവർ തമ്മിൽ അട്രാക്ഷൻ ഇല്ലേ? നേരത്തെ ഈ പോസ്റ്റുലേറ്റ്സിൽ പറഞ്ഞാൽ എന്താണ്, ഇവർ തമ്മിൽ അട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രഷർ കൂട്ടണ ഈ കണ്ടീഷനിൽ ഇവർ അടുത്ത് വരുമ്പോൾ എങ്ങനെ വന്നാലും അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ പറഞ്ഞ കാര്യം തെറ്റല്ലേ? അങ്ങനെയാണ് ഇത് റോങ് എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് കൃത്യമായി ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടേബിളിൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണ് ഇത് റോങ് ആവുക, അഥവാ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലാണ് ഈ 2 പോസ്റ്റുലേറ്റ്സ് റോങ് ആവണത്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രഷർ വലിയ ബീക്കറാണ്, പ്രഷർ തീരെ ഇല്ല. പ്രഷർ തീരെ ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ അട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഈ മോളിക്യൂൾസ് വളരെ അകലൊക്കെ ആയിരിക്കും. ആ പറഞ്ഞ കാര്യം ക്ലിയറാണ്. പക്ഷെ നമ്മൾ ഈ പ്രഷർ ഇവിടെ നിന്നാണ് കൂട്ടി, പ്രഷർ നല്ലോണം കൂട്ടി കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു മോളിക്യൂളിലെ പിസ്റ്റൺ നമ്മൾ ഇവിടെ കൊണ്ടുവച്ചു, നല്ല അമർത്തിയിട്ട് മൂടി ഇത്രയും അമർത്തിയിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഈ ഇതിലുള്ള മോളിക്യൂൾസ് ഒക്കെ എന്ത് വരും, വളരെ അടുത്ത് വന്നിരിക്കും അല്ലേ? വളരെ അടുത്ത് വന്നിരുന്നാൽ ആ മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവും, അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തെറ്റാണ്. പോസ്റ്റുലേറ്റ്സ് പറയുമ്പോൾ എല്ലാ കണ്ടീഷനിലും ശരിയാവണം. ഈ പോസ്റ്റുലേറ്റ്സ് ഈ കണ്ടീഷനിൽ തെറ്റാണ്. അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ഈ പറഞ്ഞ പോസ്റ്റുലേഷൻ തെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഈ റോങ് അസംഷൻ കാരണം ഈ റിയൽ ഗ്യാസസ് എന്ത് ചെയ്യില്ല, ഐഡിയൽ ബിഹേവിയർ കാണിക്കൂല എന്നുള്ളതാണ് നമ്മൾക്ക് പഠിക്കേണ്ട കേസ്. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക് അഥവാ ഇതിനോട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് പറയുന്നത്. ദസ് റിയൽ ഗ്യാസസ് ഒബേ ഗ്യാസ് ഇക്വേഷൻ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. എപ്പോഴാണ് ഇത് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബേ ചെയ്യണത്, അനുസരിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് പറയുന്നത്. ദസ് റിയൽ ഗ്യാസസ് ഒബേ ചെയ്യും എപ്പോൾ, ഐഡിയൽ ഗ്യാസിന് ഒബേ ചെയ്യും അറ്റ് ലോ പ്രഷർ. നമ്മളിപ്പോൾ ഹൈ പ്രഷറിൽ പറഞ്ഞ സമയത്ത് ഈ മോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ലോ പ്രഷറിലാണെങ്കിലോ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. അപ്പോൾ എപ്പോഴാണിത് ഒബേ ചെയ്യണത്, ഐഡിയൽ ഗ്യാസസിനെ ഒബേ ചെയ്യണത് അറ്റ് ലോ പ്രഷർ. ഈ ലോ പ്രഷറിൽ ഈ പറഞ്ഞ കണ്ടീഷൻ കറക്റ്റാണ്. അറ്റ് ഹൈ ടെമ്പറേച്ചർ, നല്ല ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും മാത്രമാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിനെ ഒബേ ചെയ്യണത്. കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒബേ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയണം, ഈ ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിനെ ഒബേ ചെയ്യും അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. എപ്പോഴാണ് ഒബേ ചെയ്യാത്തത്, ഈ റോങ് അസംഷൻ വരുന്നത് എപ്പോഴാണ്, ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഒബേ ചെയ്യൂല. എപ്പോൾ ഒബേ ചെയ്യും, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഒബേ ചെയ്യും. അതിൻ്റെ തല തിരിഞ്ഞ സംഭവം.
കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് ഇൻറ്റേർണലായിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് നല്ലൊരു രീതിയിൽ തന്നെ അത് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലാക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഈ ഒരു റിപ്പീറ്റേഷൻ ആ ഒരു പറഞ്ഞ ടോപ്പിക് തന്നെ ഓർ അഥവാ അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനാണ് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഈ പറഞ്ഞ തന്നെ എന്ത് ചെയ്യാണ്, വേറെ രീതിയിൽ പറഞ്ഞതാണ്. അഥവാ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിൽ അത് ഡിപ്പെൻഡ് ചെയ്യൂല, ലോ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് ഒബേ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി നിങ്ങൾ പഠിക്കുക. ബൈ കൺസിഡറിങ് ദി എബോവ് ടു അസംഷൻ, നമ്മൾ മേലെ തെറ്റായ 2 അസംഷൻസ് പറഞ്ഞല്ലോ. ആ അസംഷനിൽ നിന്ന് വാൻ ഡെർ വാൾസ് പ്രപ്പോസർ ആൻഡ് ഇക്വേഷൻ, അഥവാ വാൻ ഡെർ വാൾസ് സയൻറ്റിസ്റ്റ് ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് വിച്ച് അപ്ലിക്കബിൾ ടു റിയൽ ഗ്യാസസ്. ഈ ഒരു കണ്ടീഷൻ തെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ട് റിയൽ ഗ്യാസസിന് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. അതിന് പറഞ്ഞ പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. എന്താണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസസിനെ ഒബേ ചെയ്യണ കണ്ടീഷനിൽ എന്ത് ചെയ്താണ് ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാണ്. ഈ റോങ് അസംഷൻ്റെ കേസിൽ വാൻ ഡെർ വാൾസ് സയൻറ്റിസ്റ്റ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് പറഞ്ഞ പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ബൈ കൺസിഡർ എബോവ് 2 ഈ മേലെ പറഞ്ഞിട്ടുള്ള 2 അസംഷൻസ് റോങ് ആണെന്ന് പറഞ്ഞല്ലോ, അവ രണ്ടും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേറൊരു റിയൽ ഗ്യാസസ് ഒബേ ചെയ്യണ ഒരു റിയൽ ഗ്യാസസിന് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ പറഞ്ഞ പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പി പ്ലസ് a(n²/v² × v - nb = nRT എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ. ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രഷറാണ്, വി എന്ന് പറഞ്ഞാൽ വോളിയം, ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻറ്റ്. ഈ രീതിയിൽ ഇക്വേഷനും പഠിക്കണം. നിങ്ങൾ ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഐഡിയൽ ബിഹേവിയർ കൃത്യമായിട്ട് തീർന്ന് അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറയാം. അഥവാ ഈ ഒരു റിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിൽ നിന്ന് എന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത്, എപ്പോഴാണ് ആ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്, ഏത് ഫാക്ടർ വെച്ചാണ് അത് അളക്കണത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു. അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചറിൽ അതെന്ത് ചെയ്യൂല, ഈ ഒരു റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിനെ ഒബേ ചെയ്യൂല. പക്ഷെ എപ്പോഴാണ് ഒബേ ചെയ്യുക, ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചറിലാണ് ഒബേ ചെയ്യുക. ആ ഒരു കണ്ടീഷനിൽ റിയൽ ഗ്യാസസിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പറഞ്ഞ പേരാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ആ ഇക്വേഷൻ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ടേംസും കൃത്യമായി പഠിക്കുക, ഈ ഇക്വേഷൻ എഴുതാൻ പഠിക്കുക. കൃത്യമായി പറഞ്ഞാൽ ഇത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവില്ല, ഇത് വെച്ചൊന്നും പ്രോബ്ലം ചോദിക്കില്ല. പ്രോബ്ലം ചോദിക്കേണ്ടത് ഏതാ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്രോബ്ലം ഇവിടെ 3 പ്രോബ്ലംസ് കൃത്യമായി പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 3 പ്രോബ്ലം ഇപ്പം തന്നെ നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സോ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മളിപ്പോൾ ഒരു കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് അത് 6 പോസ്റ്റുലേറ്റ്സ് കൃത്യമായിട്ട് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ബിഹേവിയറിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ആ ബിഹേവിയർ എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ആ പറഞ്ഞ കാര്യങ്ങളും ആ ഇക്വേഷൻസും ക്ലിയർ ആയി മനസ്സിലാക്കുക. ശേഷം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ലോസുകൾ കൃത്യമായി പറഞ്ഞതാണ്. അതിൽ ഈ ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇക്വേഷൻ ആൻഡ് ദ റിലേറ്റഡ് പ്രോബ്ലംസ്. അഥവാ ഈ ഒരു ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലോകൾ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് വേണം. അഥവാ മാത്തമാറ്റിക്കലി കണക്കുകൾ ചോദിക്കും, ക്വസ്റ്റ്യൻസ് തന്നിട്ട് അത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് പ്രോബ്ലം ചോദിക്കണം. ഒരു ചാപ്റ്ററാണത്. ലോ ചോദിക്കാം, അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പ്രോബ്ലംസ് ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കാം. ബാക്കി എല്ലാ ഏരിയകളും തിയറി ആവുന്ന സമയത്ത് പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായ കുട്ടികൾക്ക് മാത്രമാണ് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാക്സിമം 5 മാർക്കോ 6 മാർക്കെങ്കിലും കിട്ടും ഒരു പ്രോബ്ലത്തിൽ നിന്ന്. അപ്പോൾ കാര്യം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. ഈ ഒരു ബോയിൽസ് ലോ ചാൾസിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയോ എങ്കിൽ ആ പ്രോബ്ലംസ് ഒക്കെ വളരെ സിമ്പിളാണ്. ഈ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പും ഞാൻ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഗ്യാസ് ലോസുകൾ വെച്ചിട്ടും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു 3 പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയും. ഈ 3 പ്രോബ്ലമെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വൈസ് കൃത്യമായി പഠിക്കുക. ഫസ്റ്റ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും അത് ഏത് ലോ വെച്ച് കിട്ടുമോ എന്നുള്ളത് നോക്കുകയാണ് ഫസ്റ്റ് വേണ്ടത്. എന്നിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൽ വരുന്ന ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ അതിനോട് വാല്യൂസ് മാറണതോ അല്ലെങ്കിൽ ആ പറഞ്ഞ ആപ്ലിക്കേഷൻ ചില മാറ്റം വരുത്തേ ഉണ്ടാവുള്ളൂ.
അങ്ങനെ ചില ചേഞ്ചുകൾ മാറ്റം വരുത്തിയിട്ടാണ് എക്സാമിന് ചോദിക്കുക. സോ നിങ്ങൾ ഈ പറഞ്ഞ മൂന്നെങ്കിലും കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു സബ്ജക്റ്റ് ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്യും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതോ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കീവേഡ് ആൻസേഴ്സ് മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് കൃത്യമായിട്ട് സ്റ്റെപ്പ് വൈസ് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലം നോക്കിയിട്ട് നമുക്ക് ഏത് ലോ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്, ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കിയെടുക്കലാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സിമ്പിളായിരിക്കും പ്രോബ്ലം, ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും കൃത്യമായിട്ട് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ഒരു പ്രാവശ്യം വായിച്ചാൽ അതിൻ്റെ മലയാളം മനസ്സിലാകാൻ വേണ്ടിയിട്ട് മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് മലയാളം അതിൽ വായിക്കാം. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഒരു ബലൂൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈഡ്രജൻ ഫില്ല് ചെയ്തിട്ട് റൂം ടെമ്പറേച്ചർ അഥവാ നോർമൽ നമ്മൾ റൂമിലുള്ള ടെമ്പറേച്ചറിൽ ഇരിക്കുന്നുണ്ട്. അഥവാ ടെമ്പറേച്ചർ കൂടുതലൊന്നുമില്ല, നോർമൽ ടെമ്പറേച്ചറാണ്, റൂം ടെമ്പറേച്ചറിലാണ് ഒരു ബലൂൺ ഇരിക്കുന്നുണ്ട്. എന്താണ്, ഹൈഡ്രജൻ ഫില്ല് ചെയ്തിട്ട്. ഇറ്റ് വിൽ ബേസ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 ബാർ. 0.2 ബാർ പ്രഷർ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിക്കഴിഞ്ഞാൽ 0.2നേക്കാളും പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ആ ബലൂൺ എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. 0.2 ബാർ പ്രഷറിനേക്കാളും കൂടിക്കഴിഞ്ഞത് പൊട്ടിപ്പോവും. ഇഫ് അറ്റ് 1 ബാർ പ്രഷർ, 1 ബാർ പ്രഷറിൽ ആ ബലൂണിൽ, ബാർ എന്ന് പറഞ്ഞ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. 1 ബാർ പ്രഷറിൽ ദി ഗ്യാസ് ഒക്യുപ്പൈസ് 2.27 ലിറ്റർ വോളിയം. 1 ബാർ പ്രഷർ ഉണ്ടാവുന്ന സമയത്ത് ആ ബലൂണിലുള്ള വോളിയം എന്ന് പറയുന്നത് 2.27 വോളിയമാണ്. അപ് ടു വാട്ട് വോളിയം ക്യാൻ ദി ബലൂൺ ബി എക്സ്പാൻഡഡ്. അങ്ങനെ ആണെങ്കിൽ ഈ ഒരു ബലൂൺ ഏത് വോളിയം വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം മാക്സിമം ഒരു ബലൂൺ എത്ര വീർപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ബലൂണിനെ ഊരി വീർപ്പിക്കാമെന്ന് വിചാരിക്കുക, അതൊരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പൊട്ടും. കാരണം അത് വലുതായിട്ട് വോളിയം കൂടി മാക്സിമം ഒരു വോളിയത്തിൽ എത്തിയാൽ പൊട്ടും. ആ ഒരു വോളിയത്തിൻ്റെ ആ ഒരു തല്ലുണ്ടല്ലോ, പൊട്ടാനതിന് കുറച്ച് മുമ്പുള്ള സ്പേസ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 0.2 ബാർ പ്രഷർ എത്തുന്ന സമയത്ത് അത് പൊട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 ബാർ പ്രഷർ ആകുമ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 2.27 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബലൂണ് എത്ര എക്സ്പാൻഡ് ചെയ്യും, എത്ര വോളിയം എത്ര ഉണ്ടാവും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഞാനൊന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ മനസ്സിലാക്കി വെക്കാം. ഒരു ബലൂൺ നമ്മളെ കയ്യിലുണ്ട്. ഈ ഒരു ബലൂണിൽ 1 ബാർ പ്രഷർ ഉള്ള സമയത്ത്, പ്രഷർ 1 ബാറും വോളിയം 2.27ഉം, വോളിയം എന്ന് പറഞ്ഞാൽ 2.27 ഉള്ള സമയത്ത്, 2.27 ഉള്ള വോളിയം ഉള്ള സമയത്ത് അതിൻ്റെ പ്രഷർ 1 ബാറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 0.2 ബാർ ആകുമ്പോൾ പൊട്ടുമല്ലോ, 0.2 ബാർ പ്രഷർ ആകുമ്പോൾ പൊട്ടുമല്ലോ. 0.2 ബാർ പ്രഷർ ആകുമ്പോൾ അവിടെയുള്ള വോളിയം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായി മനസ്സിലാക്കുക. നമ്മളെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്, അത് 0.2ൽ പൊട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ അതർ ബലൂൺ മാറ്റി വേറെ എന്തെങ്കിലും ആക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഈ 0.2 ബാർ ആവുന്ന സമയത്തുള്ള V2 വോളിയം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു വോളിയം അഥവാ 1 ബാർ പ്രഷർ ഉള്ള സമയത്ത് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2.27 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 2.27 ആണ് വോളിയം. ഇപ്പോൾ 1 ബാർ പ്രഷറിൻ്റെ സമയത്ത് 2.27 ആണ് വോളിയം. 0.2 ബാറിലാണ് അത് പൊട്ടുക. അപ്പോൾ ആ പൊട്ടുമ്പോൾ ഉള്ള വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ മാക്സിമം എത്ര വോളിയത്തിൽ വരാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് V1 എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് V1 എന്ന് തന്നിട്ട് അവിടെ വോളിയം 2.27 സമയത്ത് അവിടെയുള്ള പ്രഷർ P1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് P2 രണ്ടാമത് 0.2 പ്രഷർ ആവുന്ന സമയത്ത് V2 എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത്. ഇവിടെ ഏതൊക്കെ വാല്യൂസ് തന്നിട്ടുള്ളത്, P1 ഉണ്ട്, V1 ഉണ്ട്, P2 ഉണ്ട്, V2 ഉണ്ട്. ഏത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക, അഥവാ ബോയിൽസ് ലോ ആണോ, ചാൾസ് ലോ ആണോ, അവഗാഡ്രോസ് ലോ ആണോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണോ യൂസ് ചെയ്യുക. നമ്മൾ ബോയിൽസ് ലോയിൽ ഇക്വേഷൻ പറഞ്ഞു P1 V1 ഈക്വൽ ടു P2 V2 അല്ലേ. ഈ ടീംസ് അല്ല ഇതിലുള്ളത്, ഇതിൽ ഈ V2നല്ല കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോയിൽസ് ലോ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഈ രീതിയിൽ ഇത് ബോയിൽസ് ലോ ആണെന്നും ഈ ഇക്വേഷനാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രഷറും വോളിയം ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. പ്രഷറും വോളിയം വേരി ചെയ്യുന്ന സമയത്ത് ഉള്ള ലോ ഏതാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രഷറും വോളിയം വേരി ചെയ്യുന്നത് ബോയിൽസ് ലോ ആണ്. അങ്ങനെ രീതിയിലും മനസ്സിലാക്കാം. ഇവിടെ തന്ന വാല്യൂസ് ഇതൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വേണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, അവിടെ P1 V1 P2 തന്നിട്ടുണ്ട്, V2 കണ്ടുപിടിക്കണം. ഇത് 4 ഇക്വേഷൻ വേണ്ട നമ്മളെ കയ്യിൽ. ആ ഒരു 4 ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 ഈക്വൽ ടു P2 V2 എന്നുള്ള ഇക്വേഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ പാകത്തിലാണ് ഈ ഒരു ഐഡിയയിൽ കൂടെ ഞാൻ കാര്യം ചെയ്യണത്.
ലോ വെച്ചിട്ട് കൃത്യമായിട്ട് പറയാൻ പറ്റും പ്രഷറും വോളിയം വേരി ചെയ്യണ ഒരു ലോ ഉള്ളൂ, ബോയിൽസ് ലോ ആണ്. ആ ബോയിൽസ് ലോൻ്റെ ഇക്വേഷൻ ഇതാണ്. ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇക്വേഷൻ എന്തിനാണ് പഠിക്കണേ എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡെറിവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് സിസ്റ്റത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ആദ്യത്തെ സിസ്റ്റത്തിന് വേരി ചെയ്യുമ്പോൾ രണ്ടാമത്തെ സിസ്റ്റത്തിന് കണ്ടുപിടിക്കാൻ ഞാൻ ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നോക്കിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ കൃത്യമായി കണ്ട ആൾക്കാർക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എല്ലാ കാര്യം ക്ലിയർ ആവും. അപ്പോൾ ഞാനൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിന് ശേഷം ഇത് വരും എന്ന് കണ്ടിട്ട് മാത്രമാണ് ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. സോ നമുക്കിവിടെ കാണാനുള്ളത് V2 ആണ്. അപ്പോൾ V2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കണം. V2 എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ, V2 സമയം എന്ന് പറഞ്ഞ ആൻസർ കിട്ടണ്ടേ. അപ്പോൾ V2 എന്ന് പറഞ്ഞ് ഇക്വേഷൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ P2 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. P2 ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എന്താ വരിക, P1 V1 ബൈ P2 ഈക്വൽ ടു V2 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ കിട്ടും. V2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഈ ഇക്വേഷനിൽ P1 എത്രയാണ് V1 എത്രയാണ് തന്നിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിവിടെ കൊടുക്കുകയാണ് V2 സമം, അഥവാ ഈ ഇക്വേഷൻ ഈ തലക്ക് നിങ്ങോട്ട് എഴുതാം, എങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. V2 സമം P1ൻ്റെ വാല്യൂ എത്രയാണ്, P1ൻ്റെ വാല്യൂ 1 ബാർ, P1ൻ്റെ വാല്യൂ 1 ബാർ ഇത് കൊടുത്തു. നെക്സ്റ്റ് V1ൻ്റെ വാല്യൂ എത്രയാണ്, V1 2.27 എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ P2 എത്രയാണ്, P2 എന്ന് പറയുന്നത് 0.2. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിരിക്കണേ എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലാവാതെ ഈ പ്രോബ്ലം സ്വന്തമായി ചെയ്യാൻ കഴിയില്ല. സ്വന്തമായി ചെയ്യാൻ കഴിയാതെ സ്വന്തമായി ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ഇക്വേഷൻ ഏതാണെന്ന് കണ്ടെത്താൻ അറിയാതെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം ഞാൻ പറയണത്. ഇത് കാൽക്കുലേറ്ററിൽ നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. മാത്തമാറ്റിക്കലി ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കയ്യിൽ പോയിട്ട് എഴുതി കൂട്ടാൻ നിൽക്കരുത്. ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിക്കുക, ആ സമയം നമുക്ക് കിട്ടുള്ളൂ. എഴുതാൻ ആൻസർ കിട്ടും 11.35 ലിറ്റർ എന്ന ആൻസർ കിട്ടും. V2 സമം 11.35 ലിറ്റർ. അപ്പോൾ അവസാനം നമ്മൾ ആൻസർ ചെയ്താൽ 11.35 വോളിയം വരുന്ന സമയത്ത് ആ ബലൂൺ പൊട്ടും, ബേസ്റ്റ് ചെയ്യും. എന്താ പറഞ്ഞത്, 11.35 വോളിയം വരുന്ന സമയത്ത് ലിറ്റർ, അതായത് വോളിയം നമ്മൾ ലിറ്ററിലാണ് പറയുക, അത്രയും വോളിയം വരുന്ന സമയത്ത് ആ ബലൂൺ പൊട്ടിപ്പോവും, ബേസ്റ്റ് ചെയ്യുമെന്ന് അവസാനം എഴുതി വെച്ചാൽ ഈ പ്രോബ്ലം കംപ്ലീറ്റഡ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഒരു ബലൂൺ ഉണ്ട്, ആ ബലൂണ് 0.2 പൊട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പൊട്ടുന്ന വേറെ കാര്യം നോക്കിപ്പോണ്ട. എന്നിട്ട് അവിടെ പറയാണ് ഒരു പ്രഷറിൽ വോളിയം ഇത്രയാണ്, ഒരു പ്രഷർ തന്നിട്ടുണ്ട്, അവിടെ ആണെങ്കിൽ വോളിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് പ്രോബ്ലം മനസ്സിലാക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തേക്ക് പോവാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം 5.1 നമ്മൾ ചെയ്തു. 5.2 എന്ന് പറഞ്ഞൊരു പ്രോബ്ലം നോക്കാം. അത് നമ്മൾ ഏത് ലോ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇക്വേഷനും കണ്ടെത്തണം, കൃത്യമായിട്ട് ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിൻ്റെ കാര്യം നോക്കാം. On a ship sailing in Pacific Ocean where temperature is 23.4 degrees Celsius. അഥവാ ഒരു പെസിഫിക് സമുദ്രത്തിലൂടെ പോകുന്ന ഒരു കപ്പലിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 23.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് 2 ലിറ്റർ എയർ. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ട് ഒരു ബലൂൺ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ലിറ്റർ എയർ നിറച്ചിട്ട് ഒരു ബലൂൺ ഉണ്ട്. അഥവാ ആ ഒരു ബലൂണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2 ലിറ്റർ ആണ്. അങ്ങനത്തെ ഒരു ബലൂൺ അതിൻ്റെ ഉള്ളിലുണ്ട്. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് എ ബലൂൺ വെൻ ഷിപ്പ് റീച്ചസ് ഇന്ത്യൻ ഒഷ്യൻ. അഥവാ ആ ഒരു കപ്പൽ, ആ ഒരു ഷിപ്പ് ഇന്ത്യൻ ഓഷ്യനിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ വോളിയം എത്രയായിരിക്കും. ദ ടെമ്പറേച്ചർ ഈസ് 26.1 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു കപ്പൽ ഇന്ത്യൻ ഓഷ്യനിലെത്തി, അവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26.1 ഡിഗ്രി സെൽഷ്യസും ആണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള വോളിയം എത്രയായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആ ഒരു ഡാറ്റകൾ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആ ഒരു ബലൂൺ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, എത്രയാണ്, 23.4 ഡിഗ്രി സെൽഷ്യസിലാണ് ആ ബലൂൺ ഇരിക്കണത്. ഫസ്റ്റ് ഇരിക്കണത് അവിടെ ഉള്ളൊരു വോളിയം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വോളിയം പറഞ്ഞിട്ടുള്ളത് എത്രയാണ്, V1, അഥവാ ആദ്യം ഉണ്ടായിരുന്ന വോളിയം 2 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ഈ ഒരു ഇതിലെ ടെമ്പറേച്ചർ ചേഞ്ചായി. ഈ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ട് എത്രയായി, T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറായി. ആ T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എത്രയാണ്, 26.1 ഡിഗ്രി സെൽഷ്യസ് ആയി. നിങ്ങൾ വേറെ കപ്പലിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യ ഓഷ്യയിൽ നിന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ പറഞ്ഞ ആ സിസ്റ്റം, അവിടെ പറഞ്ഞിട്ടുള്ള ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത് പറയാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് അവിടെയുള്ള വോളിയം എത്രയാണ്, V2 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, അവിടെ ടെമ്പറേച്ചറും വോളിയം വേരി ചെയ്യുന്ന കേസാണ് പറയണത്. ഏതിലാണ് യൂസ് ചെയ്യുക, ഇവിടെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നുണ്ട്, വോളിയം എത്രയാണ്, വോളിയം എത്ര വേരി ചെയ്തിട്ടുള്ളത് എന്നുള്ള കേസാണ് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറും വോളിയമാണ് വേരി ചെയ്യുന്നത്. നമ്മൾ ഏത് ലോ യൂസ് ചെയ്യുക,
ചാൾസ് ലോ ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യാണ്, പ്രഷറിൻ്റെ കേസിൽ അവിടെ പ്രഷർ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വോളിയം കണ്ടുപിടിക്കാൻ നിങ്ങൾ ചാൾസ് ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം, ഇവിടെ ഉള്ള ഈ വാല്യൂസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഏതൊക്കെ വാല്യൂസ് കൃത്യമായി കൊടുത്തിട്ടുള്ളത്, V1ൻ്റെ വാല്യൂ ഉണ്ട്, V2 T1 T2 എന്നുള്ള വാല്യൂസാണ്. ഇത് ബന്ധപ്പെടുന്ന ഇക്വേഷൻ ഏതാണ്, ഇത് ബന്ധപ്പെടുന്ന ഇക്വേഷൻ ചാൾസ് ലോയിലുള്ള ഇക്വേഷനാണ് V1/T1 = V2/T2 എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ടേംസ് വെച്ച് നമുക്കറിയുന്ന ഇക്വേഷൻ. ഇതിൽ V2 എന്ന് പറഞ്ഞതിന് ആൻസർ കാണണം അല്ലേ, V2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ രീതിയിലാണ് പ്രോബ്ലം ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്താൽ തന്നെ ഇതേ ടൈപ്പ് തന്നെ ചോദിക്കുക. ചിലപ്പോൾ അതിൽ V1 ആയിരിക്കും കാണാൻ പറഞ്ഞിട്ടുണ്ടാവുക. നമുക്ക് ആ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഇവിടെ V2 കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ T2നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. V2 സമയം എന്ന ആൻസർ കിട്ടണ്ടേ, അപ്പോൾ ഈ T2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് V2 സമം എന്ന് പറഞ്ഞിട്ട് V1/T1 അവിടെ ഉണ്ട്, ഇൻറ്റു എന്താ ഇവിടെ ഡിവൈഡ് ബൈ ആണ്, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു T2 എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യൂല, നമ്മൾ ചെയ്യേണ്ടത് കെൽവിനിലാണ്. നമ്മൾ SI യൂണിറ്റ് കെൽവിൻ ആണല്ലോ, കെൽവിനിലാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്. അപ്പോൾ കെൽവിനിലാക്കിയിട്ടേ പ്രോബ്ലം ചെയ്യാൻ പാടുള്ളൂ. ഒരു ഡിഗ്രി സെൽഷ്യസ് ആയ സംഭവത്തിന് നമുക്ക് കെൽവിനിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം, ഡിഗ്രി സെൽഷ്യസിൽ ഒരു വാല്യൂ തന്നാൽ അതിനെ കെൽവിനിലാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, 273 എന്ന് പറഞ്ഞ വാല്യൂ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. 273 എന്ന വാല്യൂ കൊണ്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ 23.4 ഡിഗ്രി സെൽഷ്യസിന് എനിക്ക് കെൽവിൻ ആക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, T1 = 23.4 + 273 ചെയ്യണം. എന്താണ് കാരണം, നമ്മൾ കെൽവിനിലാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഡിഗ്രി സെൽഷ്യസിൽ തന്ന പ്രോബ്ലത്തിന് എപ്പോഴും ഏത് മാത്തമാറ്റിക്സ്, ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ഒക്കെ ആണെങ്കിലും ഡിഗ്രി സെൽഷ്യസിൽ ഒരു പ്രോബ്ലം തന്നെ നമ്മൾ കെൽവിനാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ വാല്യൂ എത്ര കിട്ടുക, 296.4 കെൽവിൻ എന്ന് പറഞ്ഞ് T1 കിട്ടും. അഥവാ ഈ വാല്യൂസ് നമ്മൾ മാറ്റണം എന്ന്, ഡിഗ്രി സെൽഷ്യസ് ഒരു വാല്യൂ വന്നോ അതിലേക്ക് 273 ആഡ് ചെയ്യുക. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂക്ക് 273 ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ആ ഒരു T2 എന്ന് പറഞ്ഞതിന് അതേപോലെ മാറ്റണം. T2 എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, T2 = 26.1 ആണ്. അതിലേക്ക് നമുക്ക് 273 ഇതേപോലെ തന്നെ 273 ആഡ് ചെയ്യണം. 273 ആഡ് ചെയ്യുന്ന സമയം എത്ര കിട്ടുക, 299.1 കെൽവിൻകാക്കി. ഇവിടെ ഡിഗ്രി സെൽഷ്യസ് തന്നത് കെൽവിനായി മാറി, കെൽവിനിലാക്കണം. ഇനിയാണ് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ഈ തന്ന ഇക്വേഷനിൽ എന്ത് ചെയ്യണം, വാല്യൂസ് ഇട്ട് കൊടുക്കണം. V2 എന്ന് പറയണത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് V2 = V1 എത്രയാണ് തന്നിട്ടുള്ളത്, പ്രോബ്ലത്തിൽ V1ൻ്റെ വാല്യൂ 2 ലിറ്റർ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ V1ൻ്റെ വാല്യൂ കൊടുക്കുക. V1ൻ്റെ വാല്യൂ 2 ലിറ്റർ ഡിവൈഡ് ബൈ T1 എത്ര കിട്ടിയത്, 296.4 ഇൻറ്റു ഏതാണ്, ഇൻറ്റു T2 അല്ലേ, T2 മേലെയാണ്, ഇൻറ്റു T2 എന്ന് പറഞ്ഞാൽ എത്രയാ, T2 ഇവിടെ തന്ന് നോക്കിയാൽ T2 എന്ന് പറയുന്നത് 299.1. അപ്പോൾ നമ്മൾ T2 കൊടുക്കുക 299.1. ഇത് നമ്മൾ ടോട്ടലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2നെ 299.1 ഇൻറ്റു ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂവിനെ 296.4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും 2.01 എന്ന് പറഞ്ഞിട്ട് വാല്യൂ കിട്ടും. 2.018 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് വാല്യൂ കിട്ടും. കാൽക്കുലേറ്ററിൽ കൃത്യമായി കാൽക്കുലേറ്റർ കൊണ്ടുപോകണം. നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആണെങ്കിൽ വളരെ ഉപകാരം, നിങ്ങളത് കൊണ്ടുപോവുക. എന്നിട്ട് ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കൃത്യമായി ചെയ്യുക. ഇതൊക്കെ ഈ സമയത്തൊക്കെ ഇൻറ്റു ചെയ്തിട്ട് ഇതിനോടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം കുറേ പോകും. ഇത് നമ്മൾ എൻട്രൻസ് പോയിന്റിൽ നമ്മൾ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻട്രൻസിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യും, മാക്സിമം ഇതൊരു 300 എന്നുള്ള അസ്യൂം ചെയ്യും. ഇതും 300ൻ്റെ റേഞ്ചാണ്. അപ്പോൾ രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 ലിറ്ററിനോട് ബന്ധപ്പെട്ട വാല്യൂ ഏതാ നോക്കും, 2 ലിറ്ററിനോട് ബന്ധപ്പെട്ട വാല്യൂ ഇതാണ്. ആ രീതിയിലാണ് എൻട്രൻസിന് ചെയ്യുക. കൃത്യമായിട്ട് എൻട്രൻസിൻ്റെ ഏരിയയിൽ അതിൻ്റെ ഷോർട്ട് കട്ടും മെത്തേഡുകളും എങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കൃത്യമായി പറയുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഒരു ബോർഡ് എക്സാമിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ആദ്യം ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഒരു വോളിയം ഉണ്ട്. ഈ ഒരു ടെമ്പറേച്ചർ വോളിയം നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് അവിടെയുള്ള വോളിയം എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അവിടെ ആ ടെമ്പറേച്ചർ വേരി ചെയ്ത സമയത്ത് 23.4 26 ആവുന്ന സമയത്ത് ഇവിടെ ഈ 2 ലിറ്റർ എത്രയാവും എന്നുള്ളതാണ്. അവിടെ ആൻസർ എത്ര കിട്ടി, 2 ലിറ്റർ എന്നുള്ളത് എത്രയാവും, 2.018 ലിറ്റർ ആവും എന്നുള്ളതാണ് നമ്മൾക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത്, അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തരുന്ന ഈ ഡിഗ്രി സെൽഷ്യസിൽ തന്ന വാല്യൂ ഉണ്ടല്ലോ അതിന് നമ്മൾക്ക് കെൽവിൻ കാക്കണം. കെൽവിൻ കാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്,
പ്ലസ് 273 ആഡ് ചെയ്താൽ മതി. ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക. പ്രോബ്ലം റിപ്പീറ്റ് ചെയ്ത് കാണുക. നമുക്ക് ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെ ഈ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ബോയിൽസ് ലോ ഉപയോഗിച്ചു അല്ലേ, ഇക്വേഷൻസ് എങ്ങനെ കാണാമെന്ന് പറഞ്ഞു. രണ്ടാമത് ചാൾസ് ലോ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞു. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം വേണം. കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടുള്ള പ്രോബ്ലമാണ്. കൃത്യമായി ഇതേ രീതിയിൽ മനസ്സിലാക്കിയാൽ ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ബോയിൽസ് ലോ ഉപയോഗിച്ച് ഏത് പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാവും. ആ പ്രോബ്ലം കൃത്യമായി അറിഞ്ഞാൽ മതി. ചാൾസ് ലോ ഉപയോഗിച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും കൃത്യമായി ചെയ്യാൻ പറ്റും. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ പോവാം. ലാസ്റ്റ് പ്രോബ്ലമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. At 25 degrees Celsius and 760 mm of Hg pressure, a gas occupies 600 ml volume. ഒരു ഗ്യാസ് 25 ഡിഗ്രി സെൽഷ്യസിലും 760 mm Hg പ്രഷറിലും 600 ml വോള്യൂം ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഒരു ഗ്യാസ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ടെമ്പറേച്ചർ. അതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞിട്ട് 760 mm of Hg ആണ്. അഥവാ mm of Hg എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. പ്രഷറിന് ബാർ എന്ന യൂണിറ്റ് പലതരം യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രഷറിലും ഈ ഒരു ടെമ്പറേച്ചറിലും ഒരു ഗ്യാസ് 600 ml വോള്യത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കി. ഈ രീതിയിൽ നിങ്ങൾ കാര്യം പഠിക്കുക. 25 ഡിഗ്രി ടെമ്പറേച്ചറിലും 760 mm of Hg പ്രഷറിലും ഒരു ഗ്യാസ് 600 ml വോള്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. വാട്ട് വിൽ ബി ഇറ്റ്സ് പ്രഷർ? എത്രയാണ് അതിൻ്റെ പ്രഷർ? അറ്റ് എ ഹൈറ്റ് വേർ ടെമ്പറേച്ചർ ഈസ് 10 ഡിഗ്രി സെൽഷ്യസ്, വോള്യം ഈസ് 640 ml. അഥവാ നമ്മൾ ഈ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസും ഇവിടെയുള്ള വോളിയം 640 ആക്കി കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ എന്താണെന്ന ക്വസ്റ്റ്യൻ. കൃത്യമായി മനസ്സിലാക്കുക. 25 ഡിഗ്രി ടെമ്പറേച്ചറും 760 പ്രഷറും 600 ml ഒക്യുപ്പൈ ചെയ്യണ ഒരു ഗ്യാസിൻ്റെ പ്രഷർ എത്രയാണ്? എപ്പോൾ 10 ഡിഗ്രി ടെമ്പറേച്ചറും 640 ml പ്രഷറും ആയി കഴിഞ്ഞാൽ വോള്യവും ആയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ എത്രയാണ് എന്ന് കണ്ടത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് 10 ഡിഗ്രി സെൽഷ്യസ് ആവുകയും ഈ 600 ml വോള്യം എന്നുള്ളത് 640 ml ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 760 എന്നുള്ള പ്രഷർ എത്രയാണ് ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ എടുത്ത് എഴുതണം. അഥവാ ആദ്യം ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ എത്രയാണ്? T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ എത്രയാണ്? T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ കൃത്യമായി മനസ്സിലാക്കുക. T1 എന്ന് പറഞ്ഞിട്ട് 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ആദ്യം തന്നുള്ള ടെമ്പറേച്ചർ, ഡിഗ്രി സെൽഷ്യസിലാണ്. പിന്നെ ഉള്ളത് അവിടെയുള്ള പ്രഷർ P1, ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ എത്രയാണ്? 760 mm of Hg. ഞാൻ 700 mm എന്ന് കൊടുക്കുകയാണ്. 2 mm Hg. ഓക്കെ, അതാണ് അതിൻ്റെ പ്രഷർ. അവിടെ ഉണ്ടായിരുന്ന വോളിയം V1, അവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600 ml ആണ് അവിടുത്തെ വോളിയം. ഈ ഒരു ടെമ്പറേച്ചർ മാറി ടെമ്പറേച്ചർ T2 എത്രയായി മാറി? 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറായി. അതിൻ്റെ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണം. പ്രഷർ എത്രയാണ്? P2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. വോളിയം എത്ര ആവണ സമയത്ത്? 640 ആവണ സമയത്ത്. ഇതാണ് ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ 25 എന്നുള്ള 10 ഡിഗ്രി ആവുകയും വോളിയം V1 അല്ല V2 ആകുമ്പോൾ 60 ആവണ സമയത്ത്, 640 ആവണ സമയത്ത് ഇവിടെ ഉണ്ടാവണ ഈ പ്രഷർ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കണമാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ശേഷം മാത്രം പ്രോബ്ലം ചെയ്യാൻ പോവുക. നിങ്ങൾ നോക്കുക, ഇവിടെ 3 വാല്യൂസ് ഉണ്ട്. P1 V1 T1 ഉണ്ട്, P2 V2 T2 ഉണ്ട്. ഇത് 3ഉം കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഇക്വേഷനാണുള്ളത്? ഇത് 3ഉം റിലേറ്റ് ചെയ്തിട്ട് ഏത് ഇക്വേഷനാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നമ്മളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്ത ലാസ്റ്റ് ഇക്വേഷനാണുള്ളത്. 3ഉം കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 by T1 ഈക്വൽ ടു P2 V2 by T2. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ വേണമെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇക്വേഷൻ വെച്ചാണോ ചെയ്യുക? നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഡാറ്റകൾ ഇവിടെ തന്നിട്ടുണ്ടോ? നോക്കുക, ഇതിൽ P1 എന്നുണ്ട്, V1 ഉണ്ട്, T1 ഉണ്ട്. പിന്നെ P2 ആണ് കാണേണ്ടത്. V2 ഉണ്ട്, P2 കാണണം, V2 ഉണ്ട്, T2 ഉണ്ട്. ഒരു വാല്യൂ കാണേണ്ടി വരുള്ളൂ. എപ്പോഴും ഒരു വാല്യൂ നമുക്ക് അറിയാത്തത് ഉണ്ടാവുള്ളൂ, അതിന് കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് കാണാൻ പറ്റും. ഇവിടെ P2 ആണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് P2 ഇവിടെ ഇക്വേഷൻ ഉണ്ടാക്കണം. P2 സമം എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടണം. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള ഈ ഒരു V2നെയും T2നെയും സമത്തിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ? P2 ഈക്വൽ ടു എന്ന് പറഞ്ഞ ആൻസർ കിട്ടണ്ടേ?
അങ്ങനെ ആൻസർ കിട്ടാൻ വേണ്ടി എന്തുകൊണ്ട് P2ൻ്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകും. അതാണ് എപ്പോഴും ബേസിക് കാര്യം. അപ്പോൾ ഞാൻ ഈ T2ന് ഇങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പോൾ ഇൻറ്റു D2 എന്ന് വരും. ഈ V2ന് ഇങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പോൾ ബൈ V1 എന്ന് വരും അല്ലേ? അങ്ങനെ തന്നെ വരിക. ഈ T2 എന്നുള്ള ഇവിടെ ബൈ ആണ്, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ആയി മാറും. ഇവിടെ V2 എന്നുള്ള ഇൻറ്റു ആണ്, ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ ആയി മാറും. കൃത്യമായി മനസ്സിലാക്കുക. ഹരിക്കണം എന്ന് പറഞ്ഞൊരു സാധനത്തിന് നമ്മൾ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം എന്നാവും, മൾട്ടിപ്ലിക്കേഷൻ എന്നാവും. അഥവാ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഡിവിഷൻ എന്നാവും. സിമ്പിളായിട്ട് അറിയേണ്ട കൺസെപ്റ്റാണ്, മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അറിയുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ P2 എന്നുള്ളതിന് ഇക്വേഷൻ എഴുതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇക്വേഷൻ എഴുതുന്നത് P2 സമം ഈ T2ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ആദ്യം അവിടെ ഉള്ള കാര്യങ്ങൾ അതേപോലെ എഴുതി T1. ഇനി ഞാൻ T2ന് അങ്ങോട്ട് കൊണ്ടുപോകാം. T2നെ കൊണ്ടുപോകുന്നത് ഇൻറ്റു T2. ഈ V2നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഡിവൈഡ് അടിക്കുക വരിക, ഡിവൈഡ് ബൈ V2 എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മനസ്സിലാക്കുക. ഇവിടെ ടെമ്പറേച്ചർ തന്നിട്ടുള്ള ഡിഗ്രി സെൽഷ്യസിലാണോ? അതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഡിഗ്രി സെൽഷ്യസിനെ കെൽവിലാക്കണം. കെൽവിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 273 ആഡ് ചെയ്യണം. 273 ആഡ് ചെയ്യുന്ന സമയത്ത് മേലെ 273 ആഡ് ചെയ്താൽ ഈ വാല്യൂ എത്ര കിട്ടും? 298 കിട്ടും. T2ൻ്റെ വാല്യൂ 10 ഡിഗ്രിയാണ്. ഇതിൽക്കും നമ്മൾ എന്ത് ചെയ്യണം? 273 ആഡ് ചെയ്യണം. 273 അവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 283 എന്ന് പറഞ്ഞ് കെൽവിൻ, രണ്ടും കെൽവിൻ ആൻസർ കിട്ടും. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇനിയൊക്കെ വാല്യൂസ് ആ തന്ന വാല്യൂസ് അതേപോലെ കൊടുത്താൽ മതി. ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇവിടെ നമുക്ക് P2 എന്ന് പറഞ്ഞ വാല്യൂ തന്നിട്ടുള്ളത്, P2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. P1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ 760 mm ആണ്, mmHg. അത് കൊടുത്തു. 260 mmHg 260 കൊടുത്തു. പിന്നെ അവിടെ V1 എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വോളിയം അത് തന്നിട്ടുള്ള 600 ml ആണ്. 600 എന്ന് കൊടുത്താൽ മതി. കാൽക്കുലേഷൻ നമ്മൾ ആ യൂണിറ്റ് കൊടുക്കണമെന്നില്ല. T2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 273 ആഡ് ചെയ്താൽ മതി, 283 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ നമ്മൾക്ക് ഉള്ള T1 ആദ്യമുള്ള ടെമ്പറേച്ചർ 640, വോളിയം ആദ്യം നമ്മൾ ഈ ഒരു V2ൻ്റെ വാല്യൂ തന്നെയാണ് എഴുതുന്നത്. V2ൻ്റെ വാല്യൂ 640. അങ്ങോട്ടും കൂടെ എഴുതിയ പ്രശ്നമൊന്നുമില്ല. ടെമ്പറേച്ചർ T1, ഈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ അല്ലേ? T1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 298 തന്നെയല്ലേ? 298 തന്നെയാണ്. ഓക്കെ, ആ വാല്യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് എന്ത് ചെയ്യണം? കയ്യിൽ ഇരുന്ന് കൂട്ടിയിരുന്നാൽ എക്സാം കഴിയോളം കൂട്ടിയിരിക്കുക, ആൻസർ കിട്ടൂല. സോ നിങ്ങൾ കാൽക്കുലേറ്റർ നിർബന്ധമായും കൊണ്ടുപോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കാൽക്കുലേറ്റർ അടിച്ചിട്ട് കൃത്യമായി ചെയ്യുന്ന സമയത്ത് ഇത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ എഴുതി വെക്കുക. അടിയത്തെ വാല്യൂ മൾട്ടിപ്ലൈ അത് വാല്യൂ വെക്കിട്ട് ആ രണ്ട് വാല്യൂ ഡിവൈഡ് ചെയ്യുക. അല്ലാതെ ഇത് ഒന്നാകാൻ കാൽക്കുലേറ്റർ അടിച്ചിട്ട് കൊളാക്കി വെക്കരുത്. ആദ്യം മേലത്തെ വാല്യൂക്ക് മാത്രം ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ ഇവിടെ എഴുതുക. ശേഷം ഈ അടിയത്തെ രണ്ടെണ്ണം ഗുണിക്കുക, അത് ഇവിടെ എഴുതുന്നിട്ട് അത് രണ്ടും തമ്മിൽ ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ആൻസർ കിട്ടും. നിങ്ങളിത് ഇതിനൊപ്പം ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 676.6 mmHg എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. mmHg എന്ന് കൊടുക്കാൻ കാരണം എന്താ? ഇവിടെയൊക്കെ പ്രഷറിൻ്റെ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള തന്നെ mmHg എന്നാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസറിൽ എന്താ ഉണ്ടാവുക? യൂണിറ്റ് mmHg ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം പ്രോബ്ലം ചെയ്യാനുള്ളതൊക്കെ. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ഇക്വേഷൻ എടുക്കുക എന്നുള്ളതാണ്. ഏത് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ അറിയേണ്ടത്. ആദ്യം ഒരു ടേം ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്, T1, P1, V1. എന്നിട്ട് അടുത്തൊരു ടേം ഓഫ് വാല്യൂ വരികയാണ്. അതിൽ ഒരു ടേം മാത്രം അറിയാതെ ഉണ്ടാവില്ല. എപ്പോഴും ആ രീതിയിലെ ക്വസ്റ്റിനെ വരുള്ളൂ. ഒരു ടെമ്പറേച്ചർ മാറി, പ്രഷർ മാറി, അങ്ങനെയാണെങ്കിൽ വോളിയം എത്രയാണ്, അതേ രീതിയിലാണ്. ഏത് ഇക്വേഷൻ എടുക്കണം എന്നുള്ളത് നമുക്ക് ഡാറ്റാസ് എടുത്ത് എഴുതുന്ന സമയത്ത് എത്ര ഡാറ്റാസ് ഉണ്ട് അത് വെച്ച് ഏത് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ ഇക്വേഷൻ വെച്ച് നമ്മൾ വേണം പ്രോബ്ലം ചെയ്യാൻ. നമ്മൾക്ക് അറിയേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം P1 V1 ഈക്വൽ ടു P2 V2. ഇതാണ് നമുക്ക് ഫസ്റ്റ് അറിയേണ്ട ഇക്വേഷൻ ഉള്ളത്. പിന്നെ V1/T1 ഈക്വൽ ടു P2/T2 V2/T2. ഈ ഇക്വേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് P1/T1 ഈക്വൽ ടു P2 V2/T2. ഇത് നമ്മൾ ഈ ഒരു 3 ഇക്വേഷൻസ് ആണ് കൃത്യമായിട്ട് അറിയേണ്ടത്. ഇവരൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ തരാൻ മതി. ഈ ഡാറ്റ ഉള്ള തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവനെ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇവനെ വെച്ചാൽ ഡാറ്റ തന്നെങ്കിൽ ഇവനെ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇവരമ്മ 3 ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ വെച്ച് ചെയ്യുക. ഈ രീതിയിൽ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസസ് ലോസ് വെച്ചിട്ട് എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലും കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. കൃത്യമായി നമ്മൾ ഈ ഒരു 3 പ്രോബ്ലംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററും നമുക്ക് പ്രോബ്ലംസ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഈ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിക്കേണ്ടതായതുകൊണ്ട് തന്നെയാണ് പ്രോബ്ലംസ് ഇപ്പം തന്നെ ചെയ്തിട്ടുള്ളത്. ക്ലിയറായി മനസ്സിലാക്കുക. കൂടുതൽ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് തറവായിരിക്കണം. ഇതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ നമ്പേഴ്സ് മാറ്റിയിട്ടോ വേരിയേഷൻ വന്നിട്ടാണ് പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. സോ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് കാണുക, തീർച്ചയായിട്ടും പഠിക്കുക. അപ്പോൾ ബൈ.